ഇനിയൊരു റിപ്പോർട്ട് കാണാം ലോകകപ്പുമായി ബന്ധപ്പെട്ട്. 5 തവണ ലോകകപ്പിൽ മുത്തമിട്ട കാനറിപ്പട കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം തവണ ഫിഫയുടെ ലോക കിരീടം നേടിയ ടീമാണ് ജർമ്മനി. 4 കപ്പ് സ്വന്തമാക്കിയ ജർമ്മനി ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറെ റെക്കോർഡുകൾ ഉള്ള ടീമാണ്. നാളെ ജർമ്മനി ഐവറി കോസ്റ്റിനെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. ഇക്കുറി കോച്ച് ജൂലിയൻ നഗൽസ്മാന് കീഴിൽ മുമ്പത്തെക്കാളും മികച്ച ടീമാണ് ജർമ്മനി. 6 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ 5ലും ജയം ഉറപ്പാക്കിയാണ് ജർമ്മനി ഈ വേൾഡ് കപ്പിന് എത്തിയത്. 70-90 കാലഘട്ടത്തിൽ ആരാധകർ ഏറെ ഉണ്ടായിരുന്ന ജർമ്മൻ പട പിന്നീട് വയസ്സന്മാരുടെ പടയെന്ന ആക്ഷേപം കേട്ടു. പിന്നീട് പുതിയ തലമുറയിലേക്ക് ജർമ്മൻ ടീം വഴങ്ങി. 1954, 1974, 1990, 2014 എന്നീ വർഷങ്ങളിലാണ് ജർമ്മനി ലോക ചാമ്പ്യന്മാർ ആയത്. ലോകകപ്പ് ചരിത്രമെടുത്താൽ ഉറുഗ്വേ ചാമ്പ്യന്മാരായ 1930 ലോകകപ്പിൽ ജർമ്മനി കളിച്ചിരുന്നില്ല. എന്നാൽ തൊട്ടടുത്ത പതിപ്പിലൂടെ അവർ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ചു. 1954 മിറക്കിൾ ഓഫ് ബെൻ എന്നറിയപ്പെടുന്ന ഫൈനലിൽ ശക്തരായ ഹംഗറിയെ പരാജയപ്പെടുത്തിയാണ് ജർമ്മനി ആദ്യമായി ലോകകപ്പ് ഉയർത്തിയത്. 1974 സ്വന്തം നാട്ടിൽ നടന്ന ടൂർണമെന്റിൽ ഹോളണ്ടിനെ തോൽപ്പിച്ചാണ് 2ാം കിരീടം സ്വന്തമാക്കിയത്. 3ാം ലോകകപ്പിനായി പിന്നെയും 16 വർഷം ജർമ്മൻ പടയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു. 1990 ഇറ്റലിയിൽ നടന്ന ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് 3ാം കിരീടം നേടി. 2014 മെസ്സി നയിച്ച നീലപ്പടയെ വീഴ്ത്തിയാണ് ജർമ്മനി 4ാമത്തെയും ലോക കിരീടം സ്വന്തമാക്കിയത്. ലോകകപ്പ് ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച ടീമാണ് ജർമ്മനി. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ബ്രസീലിനെ മറികടന്ന് ജർമ്മനി 1ാം സ്ഥാനത്താണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ സെമി ഫൈനലിലെത്തിയ ടീമും ജർമ്മനിയാണ്. ജർമ്മനിക്കായി ഏറ്റവും അധികം ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച താരമെന്ന ബഹുമതി ലോദർ മത്തേയൂസിനായിരുന്നു. പിന്നീട് അർജന്റീനിയൻ താരം മെസ്സി ആ റെക്കോർഡ് മറികടന്നു. ജർമ്മനിക്കായി ഏറ്റവും അധികം ലോകകപ്പ് ഗോളുകൾ നേടിയ മിറോസ്ലോവ് ക്ലോസയായിരുന്നു ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ പുരുഷ ഫുട്ബോളർ. പിന്നീട് മെസ്സിയിലേക്ക് കൂടി ഈ റെക്കോർഡ് വഴിമാറി. ഇത്തവണ പരിചയസമ്പത്തും യുവത്വവും അടങ്ങിയ 26 അംഗ സ്ക്വാഡാണ് ലോകകപ്പിൽ കളിക്കുന്നത്. വിരമിച്ച വെറ്ററൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയറെ 40ാം വയസ്സിൽ ലോകകപ്പിനായി തിരിച്ചു വിളിച്ചതിലൂടെ ലക്ഷ്യം മികച്ച പ്രകടനം തന്നെയാണ്. അതിനൊപ്പം സീനിയർ ക്യാപ്റ്റൻ ജോഷ് കിമിച്ച്, അന്റോണിയോ റൂഡിഗർ എന്നിവർ കൂടി ചേർന്നതോടെ അനുഭവ സമ്പത്തും ടീമിന്റെ കരുത്തുകൂട്ടും. യുവതാരങ്ങളിൽ ശ്രദ്ധേയരായ ജമാൽ മുസിയാലയുടെയും ഫ്ലോറിയൻ വെർട്ടിസിന്റെയും സാന്നിധ്യം ടീമിന് കൂടുതൽ ശക്തി പകരും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.